ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം സെൻട്രലിന്റെ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ചാല കമ്പോളത്തിലാണ്. ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയുടെ ഒരു വലിയ ഭാഗം കൂടി ഈ മണ്ഡലത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ BJPയും വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് BJP വോട്ടുകൾ ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമാകുമെന്ന് നമുക്ക് പറയാം. എന്നോടൊപ്പം പൊളിറ്റിക്കൽ എഡിറ്റർ ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, ഇവിടെ സിറ്റിംഗ് എംഎൽഎ ആന്റണി രാജുവിനും അദ്ദേഹത്തിന്റെ ജനാധിപത്യ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഇവിടെ ഇത്തവണ സ്ഥാനാർത്ഥിയില്ല. അദ്ദേഹം ആ കേസിൽ കുടുങ്ങുകയും അദ്ദേഹത്തിന് അയോഗ്യനാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ സുധീർ കരമന രംഗത്ത് വരുന്നു. ആന്റണി രാജു സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇല്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. പിന്നെ BJP വോട്ടുകളും വളരെ പ്രധാനമാണ്. ഈ കാറ്റ് വീശുന്നത് ആർക്ക് അനുകൂലമായിരിക്കും? കാറ്റ് വീശുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഈ പ്രചരണത്തിലും മറ്റും UDFന് ഒരു എഡ്ജുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മത്സരരംഗത്തേക്ക് വരാൻ ഏറ്റവും വൈകി വന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് ഈ മണ്ഡലത്തിലെ BJPയും LDFും. എന്നാൽ സുധീർ കരമനയും കരമന ജയനും വളരെ വേഗത്തിൽ തന്നെ പ്രചരണത്തിലേക്ക് ആ പോയ നഷ്ടം തിരിച്ചു പിടിച്ച് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നോക്കുമ്പോൾ അങ്ങനെ ആരോടും കൃത്യമായ ഒരു വിധേയത്വം പുലർത്തിയ പാരമ്പര്യം ഇതിനില്ല. 2011 മുതൽ 2 തവണ ശിവകുമാർ ജയിച്ചു, ഒരു തവണ ആന്റണി രാജു ജയിച്ചു. ശിവകുമാറാണ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത്, 14,000 പര വോട്ടുകൾ കൊണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 2011 മുതൽ ഇങ്ങോട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ BJPയുടെ വോട്ട് കേവലം 10% നിന്ന് 27% വളർന്നിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടിംഗ് ശതമാനം രാജീവ് ചന്ദ്രശേഖർ 42,000 പരം വോട്ടുകൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്, 36% വന്നിട്ടുണ്ട്. അപ്പോൾ BJP കൂടി സ്റ്റേക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ശക്തമായ ത്രികോണ മത്സരം ഇവിടെയുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ആർക്കാണ് വിജയമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മത്സരം ഇവിടെയുണ്ട്. അതിന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ 2016 ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ആയിരുന്നു ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി, 2021 അത് കൃഷ്ണകുമാർ ആയിരുന്നു. ഇവർ രണ്ടുപേരും മത്സരിച്ചപ്പോഴും, അതായത് BJPയുടെ നേതാക്കളുടെ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരല്ല ഇവർ രണ്ടുപേരും മത്സരിച്ചപ്പോഴും ആ BJP വോട്ടിൽ വലിയ മാറ്റം വന്നിട്ടില്ല. അത് 30,000-നും 34,000-നും ഇടയ്ക്ക് ആ വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ കോർ BJP വോട്ടുകളുള്ള തിരുവനന്തപുരം നഗരസഭയിലെ ധാരാളം വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഡിവിഷനുകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ BJP വോട്ടുകളിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഗോപി സൂചിപ്പിച്ച പോലെ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് 34,996 വോട്ടുകളാണ്. അതായത് 35,000-ന് 4 വോട്ടുകളുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം 2016 ശ്രീശാന്ത് മത്സരിക്കുമ്പോൾ 34,700 പരം വോട്ടുകളുണ്ട്. 200 വോട്ടുകളുടെ വ്യത്യാസമാണ് കൃഷ്ണകുമാറും ശ്രീശാന്തും. ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായുള്ള ചില കാര്യങ്ങൾ, ശ്രീശാന്തിനും അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ഒരു സ്റ്റാർഡം ഉണ്ടായിരുന്നു, കൃഷ്ണകുമാറിന് മറ്റൊരു സ്റ്റാർഡം ഉണ്ട്. അപ്പോൾ ഹൈപ്പ് വോട്ടുകൾ അവിടേക്ക് വരാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ കേവലം ബേസ് വോട്ട് മാത്രമാണ് നമുക്ക് അവിടെ വിലയിരുത്താൻ കഴിയില്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ വേറൊരു പ്രൊഫൈലായിരുന്നു ലോക്സഭയിലേക്ക്. അദ്ദേഹത്തിന് 36,000 പരം വോട്ടുകൾ ഇവിടെ സമാഹരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ വോട്ട് ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ നമ്മൾ ഈ മറ്റ് തിരുവനന്തപുരത്തെ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പോലെയല്ല ഇവിടെ UDFനും കുറച്ച് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ. ഇപ്പോൾ നേമത്തെടുത്താൽ നേമത്തെ നഗരസഭാ ഡിവിഷനിൽ ഒറ്റയിടത്ത് മാത്രമേ UDFന് ജയിച്ചിട്ടുള്ളൂ, പരുത്തിക്കുഴി എന്ന് പറയുന്ന വാർഡ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെട്ടുകാട് മേഖലയിലെ 2 വാർഡുകളുണ്ട്, പൂന്തുറ ഭീമാപ്പള്ളി മേഖലയിലുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ ഇവിടെയൊക്കെ UDFനും ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇവിടെയുണ്ട്. എന്നാൽ മത്സരം മുറുകിയ ഘട്ടത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് ആർ വിജയിക്കുമെന്ന് വോട്ടെണ്ണുമ്പോൾ മാത്രം പറയാൻ കഴിയുന്ന ഒരു പ്രവചനാതീത സ്വഭാവം ഇവിടെയുണ്ട്. പ്രവചനാതീത സ്വഭാവം നിർത്തുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം സെൻട്രലും നേമവും വട്ടിയൂർക്കാവും പോലെ തന്നെ. അതുകൊണ്ട് വോട്ടർമാർ ആരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആകാംക്ഷയെ മാറുന്നു തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും. ഏതായാലും ചാല കമ്പോളത്തിൽ ഉച്ചയ്ക്കും തിരക്ക് കൂടുന്നുണ്ട്. കച്ചവടക്കാർ അവർ പതിവ് പോലെ തന്നെ അവരുടെ കടകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. വോട്ടർമാർ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ നമ്മൾ കേട്ടു. ചിലർ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു, ചിലർ ഭരണമാറ്റം ജനാധിപത്യത്തിന്റെ നിയമമാണ് എന്ന് പറയുന്നു. ഏതായാലും തിരുവനന്തപുരം സെൻട്രലിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇനി പോകുന്നത് താനൂരിലേക്കാണ്. താനൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മി, ഞാൻ ഇവിടെ ചാല കമ്പോളത്തിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി, തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് എന്ന് പരിശോധിക്കുകയായിരുന്നു. ധാരാളം ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പൊളിറ്റിക്കൽ എഡിറ്റർ ആർ ശ്രീജിത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ രാഷ്ട്രീയ കാര്യങ്ങളുടെ അടിയൊഴുക്കുകൾ എങ്ങനെ ഏത് ദിശയിലാണ് എന്നതിന്റെ ഒരു സൂചനകളും നൽകിയിട്ടുണ്ട്. എന്താണ് താനൂരിലെ വിശേഷങ്ങൾ ഹാഷ്മി? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.